പൊറ്റക്കുഴി അശോക റോഡിലെ വൈബി ജംഗ്ഷനിൽ ചോയ്സ് ഫുട്വെയർ മെറ്റീരിയൽസിന്റെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായി. ഏകദേശം 4:15 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. നമുക്കൊരു ഏകദേശം 4:15 ഈ കോള് കിട്ടിയത്. അപ്പോൾ ഇവിടെ ശക്തമായ പുക ഉയർന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ പലരും വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്ന് ഒരു 2 വാഹനങ്ങൾ അപ്പം തന്നെ പുറപ്പെട്ടു. 2 ഫയർ എഞ്ചിൻ അപ്പം തന്നെ പുറപ്പെട്ടു. ക്ലബ് റോഡിൽ വിവരം അറിയിച്ചു. തൃക്കാക്കര ഫയർ സ്റ്റേഷനിൽ നമ്മൾ വിവരം അറിയിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഇപ്പോൾ 5 ഫയർ യൂണിറ്റുകളോളം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ഫയർ യൂണിറ്റുകളും നമ്മൾക്ക് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യേണ്ടി വന്നില്ല. ഒരു 3 എണ്ണം വർക്ക് ചെയ്തപ്പോൾ തന്നെ തീയൊക്കെ പരിപൂർണമായിട്ടും കൺട്രോൾ ആയിട്ടുണ്ട്. ഇതിൽ ഈ ചെരുപ്പിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന റെക്സിനുകൾ ഒരു റെക്ലെസ് ആയിട്ട് ഒരുപാട് സ്റ്റോർ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ പുകയുണ്ടായത്, ഭയങ്കരമായിട്ട് പുകയുണ്ടായത്. ആ പുകയായിരുന്നു വലിയ പ്രശ്നം. നമ്മൾ വന്നപ്പോൾ തന്നെ മുകളിൽ ഇതിപ്പോൾ ഒരു G+2 ബിൽഡിംഗ് ആണ്. താഴെ ഒരു ഗോഡൗണും മുകളിൽ 2 നിലകളിലായിട്ട് ഇതിൻ്റെ ഉടമസ്ഥനും അയാളുടെ കുടുംബവും താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അവരെയൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്തു. ഇവിടുത്തെ വാഹനങ്ങൾ, പരിസരത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി. അപ്പോൾ തന്നെ നമ്മൾ ഫയർ ഫൈറ്റിംഗ് ആരംഭിച്ചു. ഈ പുകയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും തന്നെ BS സെറ്റ് ധരിച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറിയതും ഫയർ ഫൈറ്റ് ചെയ്തതും. ഉദ്ദേശം ഒരു അരമണിക്കൂർ കൊണ്ട് കൺട്രോളായി. അരമണിക്കൂർ കൊണ്ട് ഫയർ കൺട്രോളായി. പിന്നെ എല്ലാ ഓപ്പണിങ്സും ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ട് പരമാവധി പുക പുറത്തു വിട്ട് ക്ലിയർ ചെയ്തു. ആർക്കും പരിക്ക് അതിപ്പോൾ നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കണം. അതിപ്പോൾ അവരോട് കൂടി ചോദിക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് മെറ്റീരിയൽസ് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മെറ്റീരിയൽസ് പുറത്തേക്ക് മാറ്റിയിട്ട് ഫ്രഷ് എയർ അകത്ത് കയറാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ ആ സ്മോക്കിനെ കുറച്ചത്. കാര്യം ഇത് ഗോഡൗൺ ആയതുകൊണ്ട് തന്നെ പുറകോട്ട് ഓപ്പണിംഗ് ഒന്നുമില്ല. ഈ ഫ്രണ്ടിലുള്ള ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഷട്ടർ ബലമായിട്ട് തുറന്ന് അകത്ത് കയറിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉറവിടം കണ്ടെത്തണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം അവിടുത്തെ കുറച്ച് ഇലക്ട്രിക് ലൈനുകളും ഒക്കെ കത്തിയിട്ടുണ്ട്, ഫാനുകൾ കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ അവിടെ തീരെ അറ്റൻഡ് ചെയ്യാത്ത രീതിയിലാണ് ഉപകരണങ്ങളുള്ളത്. കാര്യം അങ്ങോട്ട് ആരും കടന്നു ചെല്ലാത്ത രീതിയിൽ നിറയെ തിക്കായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം അതാണ്. നഷ്ടം എത്ര വന്നിട്ടുണ്ടെന്നുള്ളത് അവരോട് ചോദിച്ചു തിരിച്ചറിഞ്ഞിട്ട് വേണം. തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ്. സാഗ ടിവിക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും അനഘ പാർവതി.